നിന്നെ എത്രയാണ് വിളിച്ചെന്നറിയോ? നിന്റെ ഫോൺ എവിടെ? നിനക്കെന്നെ എവിടെ പരിപാടി? അതാണ് അമ്മലില്ലേ, അവൻ്റെ കല്യാണമായി. അപ്പോൾ അവനൊരു സേവ് ഡേറ്റ് കൊടുക്കാൻ എന്നോട് പറഞ്ഞിട്ടുണ്ട്. ഞാൻ മൊത്തം ഇപ്പോൾ അതിൻ്റെ ടെൻഷനിലാണ്. ഏതാ പോക്രാച്ചിക്ക് വരെ പെണ്ണ് കിട്ടിയോ? അതൊന്നും എനിക്കറിയത്തില്ല. നിൻ്റെ വല്ല ഐഡിയ ഉണ്ടോ? ഞാനൊരു ഐഡിയ പറയട്ടെ. അവന് കാറുണ്ടോ? കാർ എടുക്കാം. ഓക്കെ, അവൻ കാറിൽ ഇങ്ങനെ ചീറിപ്പാഞ്ഞ് വന്ന് പെണ്ണിൻ്റെ വീടിൽ ഡ്രിഫ്റ്റ് ചെയ്തങ്ങ് നിർത്തുന്നു. ഡോറ് തുറക്കുന്നു. പതിയെ നടന്ന് വന്നിട്ട് വീടിൻ്റെ വാതിലൊക്കെ ചവിട്ടി തുറക്കുക. ചവിട്ടി തുറന്നങ്ങ് അകത്ത് കയറുമ്പോൾ ആരവിടെ ഇരിക്കുന്നത്? പെണ്ണിൻ്റെ അച്ഛൻ നിന്ന് ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുന്നു. നേരെ ചങ്കത്തിട്ട് കാലെടുത്ത് വെക്കുന്നു. പുറകിൽ നിന്ന് ഗണ്ണെടുത്തിട്ട് നെറ്റിയിലങ്ങ് വെച്ചിട്ട് പറയുക. എന്ത് പറയുന്നു? ഇന്ന ദിവസം കല്യാണമാണ്, പെണ്ണിനും കുട്ടിയാന്ന് പറഞ്ഞത്. അങ്ങനെയുണ്ട്. എൻ്റെ പൊന്നടാ, നീ ആളെ കളിയാക്കാൻ നടക്കുന്ന കാര്യം വല്ലതും ഉണ്ടേ പറ. ഇതെന്താ പരിചയമില്ലാത്ത നമ്പർ? ഈ പെമ്പിളരെ വല്ലതാണോ? എടുത്തേക്കല്ലേ? എടാ പെമ്പിളരാണ് എടുക്കല്. പെമ്പിളരെ എടുക്കല്. ഈ പെമ്പിളരെ വിളക്കാനൊക്കെ ഒരു നാക്കുണ്ട് ശരിക്കും. എനിക്ക് നാളെ പരീക്ഷയില്ലടാ. പോയത് വിളിക്കണം, പോടാ. അടത് കോള് കട്ടായി. കോള് കട്ടായോ? നീ ഒരു കാര്യം ചെയ്ത് നോക്കി. നീ ട്രൂ കോളറിൽ കയറി ഒന്ന് സെർച്ച് ചെയ്തേ. പേരെന്താന്ന് നമുക്കറിയാലോ. ശ്രീലക്ഷ്മി. ശ്രീലക്ഷ്മി പേരിട്ടിട്ട് നല്ല പേരാണല്ലോ. ഒരു ഐശ്വര്യമുള്ള പേര്. ഒരു കാര്യം ചെയ്യാം, നമ്പർ ഒന്ന് സേവ് ചെയ്തിട്ട് വാട്സപ്പിൽ കയറി ഫോട്ടോ ഇട്ടിട്ടുണ്ടോ എന്ന് നോക്കി. കൊച്ചു കൊള്ളാനാണ്. കുഴപ്പമില്ല, പക്ഷെ ഇതിൻ്റെ പകുതി സൗന്ദര്യം കാണുള്ളൂ. കാരണം ഇവന്മാരിതൊക്കെ കുറച്ച് എഡിറ്റ് ചെയ്ത് വെച്ചേക്കുവാണല്ലോ. കുഴപ്പമില്ല. എന്നാലും നീ ഒരു കാര്യം ചെയ്യും, ഒരു മെസ്സേജ് അയച്ചു ചോദിക്കും വാട്സപ്പിൽ. അല്ല, എന്താ അയക്കണ്ടേ? എന്തിനാ വിളിച്ചേ കുട്ട? അയ്യോ, അതൊക്കെ ചീപ്പല്ലടാ. എടാ നീ നയിക്കേ, എന്തിനാ കുട്ട ഒന്ന് നയിക്ക്, മെസ്സേജ് അയക്ക്. റിപ്ലൈ വന്നു. നമ്പർ മാറിയതാ, സോറി. നമ്പർ മാറിയതാണല്ലേ. ഒരു കാര്യം ചെയ്യേ, നീ എന്താ ഡ്രസ്സ് ഇട്ടേക്കുന്നത് ചോദിച്ചേ. അതൊക്കെ കോഴിത്തരല്ലടാ. ഒരു കോഴിത്തരമല്ല, നീ നയിക്കേ, നമുക്കറിയാലോ. നിനക്കും ഇല്ലടാ അമ്മയും പെങ്ങന്മാരും? പട്ടി. പട്ടി എന്നല്ലേ, നമുക്ക് വേറെ എത്രയോ തെറികളുണ്ട്. ഇത് പട്ടി തന്നെ വിളിച്ചത് എന്താ കാര്യമാണ്? ഒരു കാര്യം ചെയ്യേ, ഒരു ഉമ്മയൊക്കെ ചോദിക്കാം. ചോദിക്ക്. റിപ്ലൈ വന്നു. അയ്യോ, സൈബർ സെല്ലിൽ കേസ്. അയ്യോ, തട ബ്ലോക്ക് പോയി. അത് പ്രശ്നമൊന്നുമില്ല, നീ പേടിക്കൊന്നും വേണ്ട. നീ പോ, എനിക്ക് വയ്യ. നീ പേടിക്കണ്ട. നീ ഫോണിൽ നിന്ന് ഞാൻ അവിടെ വിളിച്ച് ശരിയാക്കി തരാം. ഇങ്ങോട്ടോ, നീ പേടിക്കണ്ട, ഞാൻ ശരിയാക്കി തരാം. ശ്രീലക്ഷ്മി അല്ലേ? ഹലോ ഹലോ, ശ്രീലക്ഷ്മി അല്ലേ? ഞാൻ നേരത്തെ കുട്ടി വാട്സപ്പിൽ ബ്ലോക്ക് ആക്കിയാളുടെ ഫ്രണ്ടാണ്. വാട്സപ്പിൽ ബ്ലോക്ക് ചെയ്തപ്പോൾ കോൾ ചെയ്ത് ശല്യം ചെയ്യുവാണോ? അല്ല, കുട്ടി പേടിക്കണ്ട. അവനൊരു കോഴിയാണ്. ഏത് പെണ്ണിനെ കണ്ടാലും ഇങ്ങനെയൊക്കെയാണ് അവൻ സംസാരിക്കുന്നത്. ഞാൻ പറഞ്ഞത് ശരിയായിക്കോളാം, കുട്ടി പേടിക്കൊന്നും വേണ്ട. അതെ, വാട്സപ്പിൽ ബ്ലോക്ക് ചെയ്യുന്നതിന് മുമ്പ് ഞാൻ DP കണ്ടിരുന്നു. മോഡലിംഗൊക്കെ ഒന്ന് ട്രൈ ചെയ്യാൻ കേട്ടോ. അത്രയ്ക്ക് ലുക്കൊക്കെ ഉണ്ട്. ഇനി ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. ഞാൻ രാത്രി വിളിക്കാവേ. ഓക്കെ, ബൈ. ഇങ്ങനെയാണല്ലോ പെമ്പിള്ളേരെ വളർത്തുന്ന പട്ടി.